പുസ്തകമുണ്ട്, ദ മോർഫോളജി ഓഫ് ഫോക്ക് ടെയിൽ എന്ന് പറയുന്ന പുസ്തകം. നമ്മളൊക്കെ ഈ കുട്ടികൾക്കൊക്കെ റെഫർ ചെയ്യാൻ കൊടുക്കുന്ന പുസ്തകമാണ്. അദ്ദേഹം പറയും, എന്താണ് കഥ എന്ന് ചോദിച്ചാൽ എന്താണ് കഥ? അദ്ദേഹം പറയും, കഥ എന്ന് വെച്ചാൽ ഒരു ന്യൂനത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണ് കഥ. ന്യൂനത്തെ അദ്ദേഹം വ്യാഖ്യാനിക്കും. ഒരു ലാക്ക്, LACK, ലാക്ക്, ഒരു നഷ്ടമുണ്ടെങ്കിലേ കഥ ആരംഭിക്കാൻ പറ്റും. നമ്മൾ ഏത് സിനിമ എടുത്ത് നോക്കിക്കോളൂ, സിനിമ ആരംഭിക്കുന്നത് വെച്ചാൽ സിനിമയിലെ വിഷ്വൽ ആരംഭിക്കുന്നതല്ല, കഥ ആരംഭിക്കുന്നത് ഒരു ലാക്കിൽ നിന്നായിരിക്കും, ഒരു നഷ്ടത്തിൽ നിന്നാകും. നഷ്ടം മീൻസ് ഇത് വിവേകിക്കുന്നുണ്ട്, ഉള്ളത് നഷ്ടപ്പെട്ടതാവാം, ഇതിനോടെങ്കിലുള്ള തീവ്രമായ അഭിവാഞ്ചയാകാം, പെണ്ണിനെ കെട്ടുക എന്നുള്ളതാവാം, വില്ലനെ കൊല്ലുക എന്നുള്ളതാവാം, ഒരിടത്തേക്ക് എത്തിച്ചേരുക എന്നുള്ളതാവാം. ഇതെല്ലാം ലാക്കാണ്. ഒരു മോഹം, അല്ലെങ്കിൽ ഉള്ളത് പോയ പ്രശ്നം, നേടുക എന്നുള്ള ഇഷ്യൂ, ഇതെല്ലാം ലാക്കാണ്. ഈ ലാക്കിൽ നിന്ന് ഗെയിനിലേക്കുള്ള, അത് പരിഹരിക്കുന്നതിലേക്കുള്ള, ന്യൂനത്തിൽ നിന്ന് അധികത്തിലേക്കുള്ള ഒരു യാത്രയാണ് കഥ. ബ്ലൂ ആണ്. എന്നിട്ട് അവര് സൂട്ട്കേസോ ബാഗോ എല്ലാം ഉണ്ടോ? അവർ ചെറിയ ഹാൻഡ് ബാഗ് ഉണ്ട്. ബാഗുണ്ട്. അപ്പോൾ എറണാകുളത്ത് വന്ന് അവരിറങ്ങി. ഇറങ്ങിയിട്ട് അവർ പുറത്തിറങ്ങിയിട്ട് എങ്ങനെയാണ് അവിടുന്ന് പിന്നെ യാത്ര ചെയ്യുന്നത്? എങ്ങോട്ടാണ് അവർ പോകുന്നത്? അറിയില്ല. മേ ബി ഷീ കേം ഫോർ സം ഇന്റർവ്യൂ. അപ്പോൾ മെട്രോ എടുക്കാം. ഓക്കെ. ഇപ്പൊ പറയുന്ന വിഷ്വൽസ് ഇല്ലേ, ആ വിഷ്വൽസ് ആണ് നിങ്ങളുടെ ഷോർട്ട് വിഷൻ. ഇതേ ക്വസ്റ്റ്യൻ ഞാൻ ആരെങ്കിലും ചോദിച്ചാൽ എല്ലാവർക്കും വെവ്വേറെ ദേവികയായിരിക്കും, വെവ്വേറെ കളർ ഓഫ് ഡ്രസ് ആയിരിക്കും. ഒരാൾ സാരി ആയിരിക്കും, ഒരാൾ മറ്റൊന്നായിരിക്കും. അപ്പൊ ഇത് നമ്മൾ ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ എന്താണോ നമുക്ക് മനസ്സിൽ വരുന്നത് അത് നമ്മുടെ ഷോർട്ട് ഡിവിഷനാണ്. അകലെ നിന്നാണോ കണ്ടത്, അടുത്തുനിന്നാണോ കണ്ടത്, മുകളിൽ നിന്നാണോ കണ്ടത്, ഇതൊക്കെ അതിനനുസരിച്ച് ആ സീനിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ മാറാതിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ഷോർട്ട് ഡിവിഷൻ അല്ലാതെയാവും. ഇപ്പോ പെട്ടെന്ന് പറയാൻ മറ്റൊരു ടെക്നീഷ്യൻ പറയാണ്, ഓക്കെ അന്ന് നമുക്ക് ചുരിദാർ വേണ്ട, സാരി ആക്കിയല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാം എനിക്ക് ചുരിദാർ മതി എന്ന് പറയേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള പിടിവാദങ്ങൾ ചില സമയത്ത് പിടിക്കേണ്ടി വരും ക്രിയേറ്റർ. പക്ഷെ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ. ഒരുപാട് പേര് ക്ലാസ് എടുക്കുന്നുണ്ടല്ലേ? ആരൊക്കെയാണ് വന്നത്? എൽജോ വന്നു, പിന്നെ വന്നു. ഇന്നെന്താ ഞാൻ പോവാണ്, ഇതെന്ത് പഠിക്കാനാ? പതുക്കെ നമ്മുടെ വോയിസ് കണ്ടെത്തുകയുള്ളൂ. റൈറ്റിങ്ങോ സിനിമയോ ഒന്നും ഒരു ദിവസം കൊണ്ട് പഠിക്കേണ്ട കാര്യമല്ല. നമ്മൾ ആജീവനാന്തം ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കേണ്ടി വരും. നമുക്ക് ഒരിക്കലും അതിൻ്റെ ഫോർമുലയോ പരിപാടിയോ ഒന്നും കിട്ടില്ല. ഫോർമുലകൾ എപ്പോഴും തെറ്റിക്കൊണ്ടിരിക്കും, പുതിയ ഫോർമുലകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊന്നും ക്ലാസ് കൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകില്ല. നിങ്ങൾ എഴുതി ഷോർട്ട് ഫിലിം ആണെങ്കിലും എടുത്തിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ എഴുതുന്നതല്ല ഷൂട്ട് ചെയ്തതല്ല എഡിറ്റ് ചെയ്തതല്ല വരിക. അപ്പോൾ എന്നെയൊക്കെ നല്ല റൈറ്റർ ആക്കിയിട്ടുള്ളതിൻ്റെ പിന്നിൽ ക്യാമറമാന്മാരും എഡിറ്റർമാരും ഡയറക്ടേഴ്സും അങ്ങനത്തെ എല്ലാവരും ഉണ്ട്. ഒരു വലിയ സാമൂഹിക സാംക്രമിക ആക്രമണമാണ് സിനിമ. അപ്പം നമ്മുടെ മാത്രം ഒരു കുഞ്ഞല്ല ഇതെല്ലാവർക്കും അതിനകത്ത് പങ്കുണ്ട്. പല തന്തയ്ക്ക് പറഞ്ഞതാണ് സിനിമ. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല, അത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. നമ്മളൊറ്റയ്ക്കല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പെയിനും പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും നമ്മളുടെ ക്രൂവിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധവും ഒരുമിച്ചുള്ള ഒരു സഹവർത്തിത്വവും കോംബ്രാഡറിയൊക്കെയാണ് സിനിമയായിട്ട് വരിക. ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം, ഞാൻ അങ്ങനെ ഒരു വലിയ ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന ആളാണ്. ഞാൻ ഈ പറയുന്ന പോലെ സ്വയം ലേൺ ചെയ്ത് ചില കാര്യങ്ങൾ അൺലേൺ ചെയ്ത് വന്നൊരാളാണ്. അപ്പം എൻ്റെ ആദ്യ സിനിമ ഓപ്പറേഷൻ ജാവ ചെയ്യുന്ന സമയത്ത് എനിക്കും എങ്ങനെയാണ് ആ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതെന്ന് പോലും അറിയില്ല. ഒരു പ്രൊഡക്ഷൻ എൻ്റെ കയ്യിൽ വന്നപ്പോൾ ആ സിനിമ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, അതെങ്ങനെ ഏത് രീതിയിൽ എന്ത് ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു ചിന്തകളിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ജാവയൊക്കെ തുടങ്ങുന്നത്.
ജാവ ചെയ്തു, സൗദി വിളക്ക് ചെയ്തു, ഇപ്പം ഈ തുടരും എന്ന് പറഞ്ഞ സിനിമ വരെ എത്തിയിരിക്കുന്നത് എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു ഭയങ്കര അൺപ്രഡിക്റ്റബിൾ അല്ലെങ്കിൽ ഞാൻ പോലും വിചാരിക്കാത്ത വഴികളിലൂടെ ഞാൻ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പം ഇവിടെ സംസാരിക്കാമെന്ന് പറഞ്ഞത് എൻ്റെ സിനിമകളിൽ ഏറ്റവും ആളുകൾ എപ്പോഴും ഇറങ്ങിക്കഴിഞ്ഞാൽ ചർച്ച ചെയ്യപ്പെടുന്നത് കാസ്റ്റിങ്ങിനെ പറ്റിയാണ്. ഞാനും വിചാരിക്കുന്നത് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് എത്രത്തോളം ഒരു സിനിമയിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അത് എത്രത്തോളം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത് സിനിമയെ എങ്ങനെ സഹായിക്കുന്നുണ്ട് എന്നുള്ള വിഷയത്തെപ്പറ്റി സംസാരിച്ച് തുടങ്ങാം എന്നുള്ളതാണ്. ഞാൻ വിദ്യാർത്ഥി എന്നുള്ളതല്ല, കാരണം ഒരു ആഗ്രഹത്തിന്റെ മുഖത്ത് സിനിമയിൽ വന്നെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഇറങ്ങിയിട്ട് എനിക്കതിനെ മനസ്സിലാവാണ്. ഒരു സമയത്ത് ഞാൻ അതിന് എലിജിബിൾ അല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല, അത് വർക്കാവുന്നില്ല, സക്സസ് ആവുന്നില്ല എന്നുള്ളതൊക്കെ മനസ്സിലാവുന്ന സമയത്ത് ഇത് പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് എന്റെ അങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഒരു സംഘത്തിൽ ഏകദേശം 1 വർഷത്തോളം വർക്ക് ചെയ്തു. അപ്പൊ അന്ന് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചാൻസ് വെച്ച് നടന്ന അത്രയും വർഷത്തിന് കൂടുതൽ ഇതിലൊരു സിസ്റ്റം, ഇതിലൊരു എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുകയും പിന്നെ എന്റെ ഭാഗ്യത്തിന് ഞാൻ കണ്ടുമുട്ടിയ നല്ല കുറെ ആളുകളുണ്ട്, എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരികയും അങ്ങനെ ഞാൻ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചു പോകുകയും ഇങ്ങനെ 2010 ബെസ്റ്റ് ആക്ടർ നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളായിട്ട് നീ പോകാം, ഡയലോഗ് പറയാൻ അറിയാമെന്നുള്ളൊരു കാര്യം കിട്ടുന്നുണ്ട്. അപ്പൊ അതുവരെ ആ ഒരു പ്രോസസ് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു. പക്ഷെ എല്ലാം ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നത് കൊണ്ട് തന്നെ എന്റെ പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ വർക്ക് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെയാണ് സിസ്റ്റം പോകുന്നത്. ഓരോ സമയം 1.5 മാസം ഉണ്ടായിരുന്നു,